എന്താണ് പരിപാടി? ഫിൽറ്റർ ഉണ്ടാക്കുന്ന എന്ത് ഫിൽറ്റർ? അവർക്ക് പറഞ്ഞില്ലേ കേൾക്കില്ല. ഫിഷ് ടാങ്ക് വാട്ടർ പ്യൂരിഫയർ ഞാൻ ഈ കുളത്തിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മീനുണ്ട്, പക്ഷെ ഇത് ഫുള്ള് അഴുക്കായിട്ട് കിടക്കുകയാണ്. അപ്പം നമുക്ക് വൃത്തിയാക്കിയിട്ട് ഫിൽറ്റർ വയ്ക്കാം. ഓക്കെ, ഫിൽറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടേ? അത് പമ്പ്, മോട്ടർ പമ്പ്, പിന്നെ സ്പോഞ്ച്, ഫിൽറ്റർ സ്പോഞ്ച്. ഇതാണല്ലേ ഇതിനകത്ത് ഉണ്ടായിരുന്ന സാധനം? ഇതല്ലേ ഇതിനകത്ത് ഉണ്ടായിരുന്നു? ഇങ്ങനെ ബക്കറ്റിലാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാണിച്ചു തരാം. കാണത്തില്ല എനിക്ക്. വേണ്ട. ഓക്കെ, അപ്പോൾ ബക്കറ്റിൽ അവിടെ ഒരു ഓട്ട ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? കാണിച്ച കൈയെടുത്ത് അത് ഔട്ട്ഫ്ലോ ഒരു ഇത് ഇവിടെ ഉണ്ട്. അത് തുറന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അകത്ത് സ്പോഞ്ച് വെച്ച് ഫിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതെങ്ങനെ പ്രവർത്തിക്കും? അടിയിൽ വെള്ളം വരും. നമ്മൾ പമ്പിന്ന് കണക്ട് ചെയ്യുന്ന ഈ സാധനം ഹോസ് വെച്ച് ഇതിനകത്തോട്ടിടും. ഇത് ടാങ്കിൽ നിന്ന് വെള്ളം ഇങ്ങോട്ടെടുക്കും. എന്നിട്ട് ഇത് നിറയുമ്പോൾ ഇതുവഴി വെള്ളം പൈപ്പിലേക്ക് വീഴും. ഫിൽറ്ററായി. ദാറ്റ് ഈസ് ദ പ്രോസസ്. സോ സിമ്പിൾ. എത്ര നാൾ ഇത് ലാസ്റ്റ് ചെയ്യേണ്ടത്? സ്പോഞ്ച് അപ്പോൾ മാറ്റമൊന്നും വേണ്ടേ ഇടയ്ക്ക്? 6 മാസത്തിൽ ഒരിക്കൽ ക്ലീൻ ചെയ്യണം. ചട്ടി പൊട്ടിക്കുക എന്തിനാണ്? മറ്റേ ഫിൽട്ടർ സിസ്റ്റം നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള മറ്റേ കുറേ കരല് മണല് അങ്ങനെ ആക്കിയിട്ട് അരിച്ച് വരുന്ന അത്. ഓക്കെ. മറ്റേ വാട്ടർ സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലൊക്കെ ഫോളോ ചെയ്യുന്ന സാധനം അതാണോ? കാര്യം ഇവിടെ ഇത് ഫിഷ് ടാങ്ക് പെട്ടെന്ന് അഴുക്കാവുകയാണ്. അപ്പം ഇവിടെ എനിക്ക് നമ്മൾ വന്നിട്ട് തന്നെ 3-4 പ്രാവശ്യം ക്ലീൻ ചെയ്തു. പക്ഷേ വീണ്ടും പ്രശ്നമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഇതാക്കിയത്. ഇതാക്കിൽ തന്നെ ഉണ്ടാക്കിയല്ലേ ഇത് പണ്ടുണ്ടാക്കിയൊരിതാണ്. ഇതിൻ്റെ അകത്ത് വലിയ മീനൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അല്ലാതെ കുഞ്ഞൊരു പോണ്ട് ഫ്രണ്ടിലുണ്ട്. പിന്നെ അകത്ത് ഒരു അക്വേറിയം പോലത്തതുണ്ട്. പോലത്തെ അക്വേറിയം. ഇതിൻ്റെ അകത്തൊരു മീൻ ഇന്നലെ 2 ദിവസം മുമ്പ് ചത്തുപോയി. രാജാവേ, എൻ്റെ പണിയായുധങ്ങളാ രാജാവേ. സ്റ്റോൺ വേണം. എവിടെ സ്റ്റോൺ? ഇറക്കി എടുത്തോണ്ട് വാ. അത് ഒരു ബക്കറ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരുമിച്ച് എടുത്തൂടെ? കോഴിയുണ്ട്. ഇത് പണ്ടാകിലിൻ്റെ പട്ടിക്കൂടായിരുന്നു. ഇപ്പോൾ നമ്മൾ കോഴീനെ വളർത്തുകയാണ് ഇവിടെ. അങ്ങനെ ഫിൽറ്റർ കല്ല് കഴുകുന്ന ശബ്ദമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഫിൽറ്ററിൻ്റെ പ്രോസസ്സ്. ഇത് പാവയ്ക്കയാണ്. പാവയ്ക്ക അമ്മ കവർ കൊണ്ട് മൂടിയേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ചെറിയൊരു പ്രശ്നം പറ്റി. എന്താണ് ആ പ്രശ്നം? നമ്മൾ
വാഷ് ഔട്ടിനുള്ള കാര്യം കൊടുത്തില്ല. അതെന്താണ് എനിക്ക് അറിഞ്ഞൂടെ, എവിടെ കൊടുക്കണം? എൻ്റെ വേസ്റ്റ് അടിയിലടിയും. അപ്പം അത് കളയാൻ ചെയ്യണം. നമ്മൾ ഒരു ഹോൾ കൂടി ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു. ഇനി ഇട്ട് കഴിഞ്ഞാലും താഴെ പോയിരിക്കില്ലേ? എല്ലാം തിരിച്ചു വരണം. ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമ്മൾ എല്ലാം പ്ലാൻ ചെയ്യാതെ ആവേശത്തോടു കൂടി ചെയ്തിങ്ങനെ ഇരിക്കും. വാഷ് ഔട്ട് സിസ്റ്റം നമ്മൾ കൊടുക്കണം. അങ്ങനെ തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ കല്ല് നമ്മൾ തിരിച്ച് പറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിദഗ്ധരല്ലല്ലോ. അതെ അതെ, ഇങ്ങനെയാണല്ലോ പഠിക്കുന്നത്. ഇനി നമ്മൾ ഒരു സാധനം മേടിക്കണം, എന്നാൽ ഇനി അത് ചെയ്യാൻ പറ്റില്ല. അപ്പം എന്താ വെച്ചാൽ നമ്മൾ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യണം. പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഹാർഡ്വെയർ ഉണ്ടല്ലോ നമുക്ക്. ഓ, നമുക്ക് ഷോപ്പിൽ നിന്ന് പോയി എടുക്കാം. ഇനി എടുത്തോണ്ട് വന്നിട്ട് ഇനി നമ്മൾ ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മൾ അടുത്ത ഓട്ടം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെ അങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മൾ രണ്ടാമത്തെ വാൽവ് എവിടെ ഏതായിരുന്നു? രണ്ടാമത്തെ ഇത് ഫിറ്റ് ചെയ്തു. യെസ്, നമ്മൾ ഇനി ഇത് എന്ത് ചെയ്യുന്നു? വീണ്ടും നിറയ്ക്കണം. ഡൈവേർട്ട് ചെയ്യുന്നു. എങ്ങോട്ടാ? സോ ഇതിപ്പോൾ ഇത്രയുമായി. മനസ്സിലായില്ലേ? നമ്മൾ ഒരു പൈപ്പ് കൂടെ കൊടുക്കണം. എന്തിനാ? എന്നിട്ട് ഇങ്ങനെ നമ്മൾ കൊടുക്കും. ഇവിടെ മനസ്സിലായി? എന്നിട്ട് വേസ്റ്റ് വെള്ളം പോകാൻ ഓപ്പൺ ആക്കി മതി. ഓക്കെ ഓക്കെ. ഇത് ഫിറ്റ് ചെയ്ത ബക്കറ്റിൻ്റെ സൈഡിൽ ലീക്ക് വല്ലതും കാണോ? അതിനാണ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഞങ്ങൾ ഊരി സക്സസ് ആയിരിക്കുന്നു. എന്ത് ലീക്ക് സക്സസ് ആയിരിക്കുന്നു? ലീക്ക് നമ്മൾ പരിഹരിച്ചിരിക്കുന്നു. അപ്പം ഇനി ഇത് ലീക്ക് ആവൂല എന്നാണ് അനുമാനിക്കുന്നത്. ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നമുക്ക് സാധനങ്ങൾ വേണം. അങ്ങനെ നമ്മൾ വാഷ് ഔട്ടിൻ്റെ പൈപ്പ് കൊടുത്തിരിക്കുന്നു. വാഷ് ഔട്ട് പൈപ്പ് നമ്മൾ കൊടുത്തു. ഫിൽറ്ററിൻ്റെ പണി കഴിഞ്ഞിരിക്കുന്നു. ഓസ് വേണം. ഓസ് തക്കണം. എല്ലാ അസംസ്കൃത വസ്തുക്കളും ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കുള്ള സംസ്കൃത വസ്തു റെഡിയായിരിക്കും. എന്ത് വസ്തു? സംസ്കൃത വസ്തു. ഓക്കെ, എന്ത് ചെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ കയറ്റി വിട്ടു. അപ്പം ഇതിന് ഊണാക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ വെള്ളം വീഴുന്നുണ്ട്. നമുക്ക് നോക്കാം. ശബ്ദം കേൾക്കാനുണ്ട്. ഒഴിക്കണം. അത് വേറെയുള്ള ബക്കറ്റ് എന്തെങ്കിലും വെച്ചേക്ക്. സംഭവം വർക്കിംഗ് ആണ്. അതിനകത്തോട്ട് വെള്ളം വീഴുന്നുണ്ടോ നോക്കട്ടെ. ഇപ്പം നമുക്ക് കാണാൻ പറ്റൂല, ഇത് നിറയണം. ഇപ്പം ഇതാണ് ഈ ടാങ്കിൻ്റെ അവസ്ഥ. ഇത് 3 തവണ വന്നിട്ട് ക്ലീൻ ചെയ്താണ് നമുക്ക് നോക്കാം. ഓ, സക്സസ് സക്സസ്. ഓക്കെ, ഇതാണ്. നമുക്ക് പിന്നെ നോക്കാം. ഇത് കളർ മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാര്യം പായൽ സൈഡ് സ്റ്റില്ലുണ്ടല്ലോ. വിജയശ്രീയിലാണ് തന്നെ നിൽക്കുന്നത്. എന്താണ് താങ്കൾക്ക് അവസരത്തിൽ പറയാനുള്ളത്? മീനുകളൊക്കെ പേടിച്ചത് ഈ സൈഡ് വന്നിരിക്കും. വെള്ളം പോകുന്ന ഓണാക്കിയാൽ ഇപ്പം മകളിൻ്റെ പുറത്ത് മൊത്തം അഴുക്കുവെള്ളം ആവുന്നതായിരിക്കും. എനിക്ക് ഞാൻ കണ്ടില്ല. എൻ്റെ പുറത്താവോ തുറ. നമ്മൾ ബക്കറ്റിൽ എന്തെങ്കിലും കളച്ച് കളയാം. ഇപ്പോൾ നമുക്ക് ഇതിലെ മീനുകളെല്ലാം തെളിഞ്ഞ് കാണാം. ഇവൻ എൻ്റെ റിഫ്ലക്ഷൻ വരെ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്, കണ്ടോ. പക്ഷെ ഇതിലിപ്പോൾ പായലുള്ളത് കൊണ്ട്, പൂർണ്ണമായിട്ടും പായൽ പോയിട്ടില്ലാത്തത് കൊണ്ട് സ്റ്റിൽ ഒരു ബ്ലാക്ക് ഇത് തോന്നുന്നുണ്ട്. ബട്ട് വെള്ളം ഇപ്പം നല്ല തെളിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നൈസ്.